മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ ചെയ്യുന്ന ഗസ്റ്റ് റോളുകൾക്ക് അന്ന് ഇന്നും സ്വീകാര്യതയുണ്ട്. കഥയുടെ നിർണായകമായ പോയിന്റിൽ നായകനെ സഹായിക്കാനോ അല്ലെങ്കിൽ കഥാഗതിയിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കാനോ വേണ്ടിയാണ് സാധാരണയായി ഇത്തരം അതിഥിവേഷങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ഗംഭീരമായ അതിഥിവേഷങ്ങളുടെ വലിയൊരു ലിസ്റ്റ് മലയാള സിനിമയിൽ തന്നുണ്ട്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ മമ്മൂട്ടിയുടെയും മനുവെങ്കിലിൽ മോഹൻലാലിൻ്റെയും അതിഥിവേഷങ്ങൾ അന്നത്തെ പ്രേക്ഷകർക്ക് വമ്പൻ സർപ്രൈസ് ആയിരുന്നു. മാസ് സിനിമകളുടെ അവസാന വാക്കായ നരസിംഹത്തിലെ നന്ദഗോപാൽ മാരാറും സമ്മറിൻ ബത്ലേഹമിലെ നിരഞ്ജനും പ്രേക്ഷക ഹൃദയത്തിൽ എന്നും ചേർത്ത് വെക്കുന്നതാണ്. എക്സൈറ്റഡ് ക്യാമിയോ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കഥ പറയുമ്പോഴൊക്കെ അശോക് രാജിനെയും പ്രേക്ഷകർ മറക്കാനിടയില്ല. അതുവരെ നായകനായി തിളങ്ങിയ ശ്രീനിവാസിനെ ബാലൻ സൈലാക്കി പോയ മമ്മൂട്ടി അവതരിപ്പിച്ച അശോക് രാജ് നിഷ്പ്രഭനാക്കി. എന്നാൽ ഇപ്പോൾ മോളിവുഡിൽ വരുന്ന ക്യാമകളൊന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ലെന്നാണ് വ്യക്തമാക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോളിവുഡിൽ കൊട്ടിയാഘോഷിച്ചു കൊണ്ടുവരുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ക്യാമകൾ റിലീസിന് മുമ്പുള്ള ഹൈപ്പിൽ മാത്രം ഒതുങ്ങിയാണ് കോവിഡിന് ശേഷമുള്ള ഇത്തരം ക്യാമിയോ ട്രെൻഡ്. ജയിലറിൽ മോഹൻലാൽ ക്യാമിയോ റോളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൊട്ടടുത്ത വർഷം ഓക്സിലറിയിൽ മമ്മൂട്ടി അതിഥിവേഷത്തിലെത്തി. ജയിലറിൽ മാത്യു കയ്യടി നേടിയപ്പോൾ ആവറേജായ ഓക്സിലറിൽ ഒരു പരിധിവരെ രക്ഷിച്ചത് മമ്മൂട്ടി അവതരിപ്പിച്ച അലക്സാണ്ടറാണ്. ദിലീപിൻ്റെ എട്ടാമത്തെ കംബാക്കായ ഫാഫാബായിൽ മുമ്പ് ഹൈപ്പ് ഉയർത്തിയ മോഹൻലാലിൻ്റെ സാന്നിധ്യമായിരുന്നു. വൻ ഹൈപ്പിലെത്തിയ ചിത്രം ട്രോൾ മെറ്റീരിയലായി മാത്രം മാറി. മോഹൻലാലിനെ വിളിച്ചു വരുത്തി കോമാളിയാക്കി കഥാപാത്രമാക്കിയ ഫാഫായിലെ ഗില്ലി ബാല തൻ്റെ ലാലു ട്രോൾ മെറ്റീരിയലായെന്ന് കണ്ട് സഹിക്കാൻ പറ്റാതെ മമ്മൂട്ടി മറ്റൊരു ക്യാമറ റോളുമായി പ്രേക്ഷകർ മുന്നിലെത്തി. ആ വർഷം പുറത്തിറങ്ങിയ ചത്താപ്പച്ചെ ബുള്ളറ്റ് വാട്ടർ എന്ന കഥാപാത്രമായി താരം പ്രത്യക്ഷപ്പെട്ടത്. അതുവരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സിനിമയെ ഗ്രാഫ് മമ്മൂട്ടിയുടെ എൻട്രിക്ക് ശേഷം വൺ ഡൗണായി മാറുകയും ചെയ്തു. മകൾ വിസ്മയുടെ തുടക്കത്തിലെ ക്യാമിയോ ഫൈറ്റും ചെയ്ത് മോഹൻലാൽ വീണ്ടും സ്കോർ ബോർഡിൽ മുന്നിലെത്തി. സിനിമയുടെ മുഴിച്ചു നിന്ന ഒരേയൊരു ഭാഗം ഇതായിരുന്നു. ഏറ്റവും ഒടുവിൽ ക്രിസ്മസ് പാപ്പയുടെ ലുക്കിൽ പ്രത്യക്ഷപ്പെട്ട ഖലീഫയിലും സ്ഥിതി വ്യക്തമല്ല. പ്രീ റിലീസ് ഹൈപ്പിലും ഫസ്റ്റ് ഡേ കളക്ഷനും അല്ലാത്ത ഇത്തരം ക്യാമിയോ ഒരു തരത്തിലും സിനിമയെ സഹായിക്കുന്നില്ല. സമീപകാലത്ത് കണ്ട ക്യാമിയോ റോളിൽ ഏറ്റവും മികച്ച ഭംഗിയായി ഉപയോഗിച്ച ലോകയിലാണ്. ടൊവിനോയുടെ ചാത്തനും ദുൽഖറിന്റെ ഒടിയനും ഗംഭീര ഇമ്പാക്റ്റ് നൽകിയപ്പോൾ സൗബിൻ ഷാക്കിറും ബാലു വർഗീസും അഹാന കൃഷ്ണൻ ശാന്തി ബാലകൃഷ്ണ എന്നിവരുടെ ക്യാരക്ടർ പ്ലേസ്മെന്റും ഗംഭീരമായി അനുഭവപ്പെട്ടു. സിനിമയുടെ ഹൈപ്പ് കൂട്ടുന്നതിന് പകരം കഥയ്ക്ക് ആവശ്യമുള്ള ക്യാമിയോ സിനിമയിൽ ഉൾപ്പെടുത്താൻ ഇനിയെങ്കിലും സംവിധായകർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.